ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മുടെ തൊഴുത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാലിറക്കുന്ന സമയമായിട്ടുള്ളൂ. നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വന്നാണ്. അപ്പോൾ പഴം കൊണ്ട് വന്നിട്ട് നമ്മളിതിന് കൊടുക്കുകയാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞവള് എന്താ ആ കൊലയിലുള്ള പഴമൊക്കെ അവൾ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ നൈറ്റൊക്കെ ഇവിടെ കടകളിൽ പോകുമ്പോൾ ഒരു പഴം ഇങ്ങനെ നന്നായി വാടിപ്പഴുത്തിരിക്കില്ലേ, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർ ഫ്രീ ആയി തരും അല്ലേ? നിജാമണം ഫ്രീ ആയി തന്നെ. എന്താ നമുക്ക് പാത്രത്തിൽ കണ്ട വെള്ളം കഞ്ഞി നമുക്ക് കുഞ്ഞുവിന് കൊടുക്കാൻ പോവാട്ടെ. കുഞ്ഞു കണ്ട് വെള്ളം ഇറക്കി നിന്നാണ്. കുഞ്ഞുവിൻ്റെ വാസസ്ഥലം ഇവിടെ 2 ദിവസം മഴ ആയതുകൊണ്ട് ഫുള്ളും അങ്ങനെയൊക്കെ കൊടുക്കും. 1-2 കയ്യിൽ വെച്ച് കൊടുക്കാം, പാർന്ന് കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് ഇവർ കൈ വെച്ച് കൊടുക്കുന്ന ഇപ്പം തന്നെ 2:10 നമുക്കൊന്നും പാലിറക്കാൻ പറ്റില്ല. അല്ല, അവരിങ്ങനെ ഇട്ട് കൊടുത്താൽ അവരിങ്ങനെ വേഗം എടുത്തെടുത്ത് കഴിക്കും. ഇട്ട് കൊടുത്താൽ അവൾ തിന്നോളും. അവർക്കൊക്കെ ഒരു പാത്രം വെള്ളം വൈക്കോലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എവിടെ പോകണേലും പോവുക. ഇതുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ എവിടെ കാര്യങ്ങൾ പോകണമെങ്കിലും അവൻ്റെ കാര്യത്തിന് ഒരു മുടക്കം വരത്തില്ല. കണ്ട് ഇവിടെയൊക്കെ ഫുൾ ചളിയായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും കെട്ടിയിടാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഇത്തിരി ഉണങ്ങിയതാണ്. നല്ല വെള്ളവും ചളിയായിരുന്നത് ഇവിടെയൊക്കെ. നമ്മുടെ കുഞ്ഞുവിനെ കെട്ടിയിടാൻ ഇവിടെയൊക്കെ കേട്ടാ. വേണ്ട ഇവിടെയൊക്കെ ഫുൾ ചളിയാണ്. കോഴിയൊക്കെ ചെനക്കിയിട്ട് ഫുൾ ചളിയാണ്. ഈ ചളിയിൽ കെട്ടിയിട്ടുണ്ടാവേണ്ട നമ്മൾ കുഞ്ഞുവിനെ അവിടെ കൊണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മേലെ കാക്കകൾ നിൽക്കും. നോക്കൂ, വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യൽ. ഇതൊക്കെ നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ പാല് ഇറക്കേണ്ട സമയമായില്ല. ഇപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ പുറത്തേക്ക് കെട്ടിയിടാൻ പറ്റില്ല, ചളിയും വെള്ളമൊക്കെ ആയതുകൊണ്ട്. അതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പനും മനും വന്നിട്ടുണ്ട്. ഒരാൾ ബാറ്റും കൊണ്ട് വന്നിട്ടുണ്ട്, ഒരാൾ ഒരു ബക്കറ്റിൽ വെള്ളവും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്കാൻ പോണ്. എന്താ ബാറ്റും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. തൊഴുത്തിൽ എന്തിനാ ബാറ്റ്? എന്താ പാൽപാത്രവും ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ വീട് കഴുകാൻ തുടങ്ങി. എന്താ കുഞ്ഞു തന്നെ വരുന്നു. എന്താ അമ്മു ഇടഞ്ഞാറൊക്കെ കാണിക്കണം? അമ്മു അതാ അവിടെ മരത്തിൽ കുലുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മിക്കു എന്താ പരിപാടി? ഇനി നമുക്ക് പാല് കറന്നു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നല്ല വൈബായിട്ടാണ് കേട്ടോ പാല് കറക്കണേ. അപ്പോൾ ഇപ്പോൾ സ്പീഡിലൊക്കെ കറക്കാൻ പഠിച്ചൂലേ. ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അല്ലേ ഇപ്പോൾ. അപ്പോൾ കോൺസെൻട്രേഷനിൽ കറക്കാണ് കേട്ടോ. ഇളകെ പിടിക്കുകയും ചെയ്ത് അവൾ ചവിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം അപ്പോൾ പാല് കറന്ന് ഞാൻ പാല് കറക്കേണ്ടതൊക്കെ മറന്നുപോയി. ഞാൻ പാല് കറക്കൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ വേഗത്തിൽ കറക്കണ പോലെ എനിക്കിപ്പോൾ സ്പീഡിൽ കറക്കാൻ കിട്ടണില്ലല്ലോ. അപ്പോൾ ഞാൻ നീ കറക്കട്ടെ വെച്ചു. ശരി കുട്ടമ്പിള്ളേ, വേഗം പാല് കറക്കൂ. അപ്പോൾ പറഞ്ഞപ്പോൾ ഇത്തിരി സ്പീഡ് കൂടിയ പോലെ തോന്നുന്നു. അതുപോലെ നമ്മൾ പാല് കറക്കുമ്പോഴേ ലാസ്റ്റത്തെ പാലില്ലേ, അത് മെയിനായിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതിലാണ് നമുക്ക് കൂടുതൽ കൊഴുപ്പ് കിട്ടുക അല്ലേ. മിക്ക പേരും ചെയ്യുന്നത് പാല് കറന്നതിൻ്റെ ലാസ്റ്റ് കുറച്ച് തുള്ളിയല്ലേ അത് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടും. അത് വിടരുത് കേട്ടോ. ആ തുള്ളിയിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് അപ്പു എപ്പോഴും അങ്ങനെ ചെയ്യും. അപ്പു പാല് കറന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫുള്ളും നന്നായിട്ട് പിഴിഞ്ഞെടുക്കും ലാസ്റ്റത്തെ. അതുകൊണ്ട് തന്നെ ആ പാലിന് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. മെയിനായിട്ട് പാല് കറക്കുമ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക.